എന്റെ തീരുമാനത്തില് ഞാൻ എപ്പോഴും പറയലുണ്ട്, എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയോട് വേണമെന്നുള്ള കാര്യം ഞാൻ പറയലുണ്ട്. അതെന്താ അറിയോ, എനിക്ക് അത് ശരിയാണ്. പക്ഷെ ഇത് കാണുന്ന ഒരു ശരാശരി കേരളത്തിലെ ഒരു സൈക്കോയായി മാറിയ ഒരു പ്രസവ അഡിക്റ്റിന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ദിയാ കൃഷ്ണയുടെയൊക്കെ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇനി അങ്ങോട്ട് വരും മാസങ്ങളിൽ അധികം പ്രസവങ്ങളില്ല. സോ തീർച്ചയായും മറ്റൊരാളെ കൂടി ഗർഭിണിയാക്കാൻ സാധിക്കുകയാണെങ്കിൽ വരാൻ പോകുന്ന ഏതാണ്ട് ഒരു വർഷക്കാലം തീർച്ചയായും വലിയ സന്തോഷത്തിന്റെ നാളുകളായി മാറ്റിയെടുക്കാം. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ പറഞ്ഞ ടി ഫാമിലി, നമുക്ക് അന്യരല്ല, ഇതിനു മുമ്പും ഒരുപാട് വീഡിയോ നമ്മൾ ടി ഫാമിലിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ടി ഫാമിലിയിലെ ഷെമിത്തയോട് പോയി റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നിങ്ങൾ ഗർഭിണിയാകുന്നുണ്ടോ, ഗർഭിണിയാകുമോ എന്നൊക്കെ ധാരാളം പഹയന്മാര് ചോദിച്ചിരിക്കുകയാണ്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള ചില സംഭവ വികാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്റെ തീരുമാനത്തില് ഞാൻ എപ്പോഴും പറയലുണ്ട്, എന്റെ തീരുമാനത്തിലേക്ക് ഒരു കുട്ടിയോട് വേണമെന്നുള്ള കാര്യം ഞാൻ പറയലുണ്ട്. അതെന്താ അറിയോ, എനിക്ക് അത് ശരിയാണ്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പിന്നെയും പറഞ്ഞ വലിച്ചു നീട്ടുന്നില്ല. എനിക്കിപ്പോ എന്റെ അനിയനും എന്റെ അനിയത്തിയൊക്കെ ഉള്ള എനിക്ക് ഒരുപാട് സന്തോഷവും സമാധാനവും. അതുപോലെ നാളെ ആയുഷൂനും ഇതുപോലെ ഏട്ടനോ ഏട്ടനും ഇപ്പൊ ഉണ്ടാവില്ലല്ലോ, അനിയനോ അല്ലെ അനിയത്തിയോ ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ഒക്കെ ഇത്രത്തോളം സന്തോഷമുള്ള കാര്യമാണ്. അതായത് എനിക്ക് തോന്നുന്നത് ഇതെങ്ങനെയാണ് പറയേണ്ടതെന്ന് തിരിയുന്നില്ല. അതായത് ഓന് വേണ്ടിയിരുന്നത് 150 ഗ്ലാസ് പാല് കറക്കുന്ന ഒരു എരുമേനയായിരുന്നു. എന്നാൽ ഓൻ വാങ്ങിയതോ ഈ പറഞ്ഞ കറവ് മുറ്റിയ ഒരു എരുമയും. ഒരു ഉദാഹരണമാണ്, അത്തരത്തിലൊരു പകയനായി ഓൻ മാറി. അതായത് ഓനിക്ക് ഈ പറഞ്ഞോണം ഈ ഷമീത്തേനെ കൊണ്ട് ധാരാളം കുട്ടികളുടെ അമ്മയാക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഓന്റെ ഒരു നിപ്പും ഭാവവും കണ്ടാൽ തന്നെ അറിയാം ഓൻ എന്തിനും തയ്യാറായി ഒരുപ്പെട്ടിരിക്കുന്ന ഒരു പകയനാണെന്ന്. എന്നാൽ ഷെമിത്തയുടെ അവസ്ഥ അതല്ല. ഷെമിത്തയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം, അതിദയനീയമായ ഒരവസ്ഥയെ കുറിച്ച് ഷെമിത്ത തുറന്നു പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ത്രീക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ കുറെ ആൾക്കാര് ചോദിക്കുന്നുണ്ട്, പിന്നെ ബേബി പ്ലാനിങ് ഉണ്ടോ, എങ്ങനെയാണ് എന്തെന്നാ ചോദിക്കാൻ നിങ്ങൾക്ക് തോന്നി? ഞാൻ അതിന്റെ ഒരു വേദനയും വേജാറും കുഴക്കമൊന്നും എനിക്ക് മാറിയില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, എനിക്ക് ചിലപ്പോ കുറച്ച് കഴിഞ്ഞ് എന്റെ മനസ്സ് മാറുമെന്നൊന്നും ഓർമ്മയില്ല. വേണ്ടാന്ന് തന്നെയാണ് എന്റെ തീരുമാനം. വേണ്ട എന്നുള്ള തീരുമാനത്തിലാണ് ഷെമിത്തയുടെ അവസ്ഥ നമുക്കറിയാം. അതായത് മൂത്രം ഇറ്റിച്ച് മറ്റേ ടെസ്റ്റ് ചെയ്തതിന് ശേഷം തുടങ്ങുന്ന ആ ഒരു സങ്കീർണമായ പ്രസവ വേദനകളും മറ്റുമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനെ തുടർന്ന് അവസാനം കുട്ടിയെ നഷ്ടപ്പെടുകയും വളരെ ദയനീയമായ കാഴ്ചയായിരുന്നു. വീണ്ടും അതുപോലൊരു കാഴ്ച കാണാൻ ഒരിക്കലും ഷെമീത്ത എന്ന് പറയുന്ന ഈ ഒരു പഹയത്തെ ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാൽ ഈ ഷെമി എന്ന് പറയുന്ന ഈ ഒരു പഹയൻ, ഓനക്ക് അത് കഴിയില്ല എന്നുള്ള മട്ടാണ്. ഓനിക്ക് കുട്ടി വേണമെന്നുള്ള നിർബന്ധത്തിൽ തന്നെയാണ്. അതായത് ഓൻ ലക്ഷ്യമിടുന്നത് തന്നെ ഈ പറഞ്ഞ പ്രസവ ബ്ലോഗേഴ്സിന് കിട്ടുന്ന ഒരു സ്വീകാര്യത. ദിയാകൃഷ്ണയുടെ ഒക്കെ പ്രസവം ഓൻ കണ്ടപ്പോൾ ഓൻ ഒരു ശംഖ് തകർന്ന ഒരു അവസ്ഥയിലായിരുന്നിരിക്കും. 75 ലക്ഷത്തോളം ആളുകളാണ് ആ ഒരു പ്രസവം കണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ സംബന്ധിച്ച് ഈ പ്രസവം എന്നുള്ള കണ്ടന്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരുപക്ഷെ പ്രസവം നിർത്തിയ ഹിമാറുകൾ പോലും പ്രസവിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. പല ഹോസ്പിറ്റലുകളിലും ചെല്ലുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കുറച്ച് കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ലൈഫല്ലേ, പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ, അപ്പോഴാണ് ഒക്കെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. അപ്പം പിന്നെ പൊതുവെ അതിനനുസരിച്ച് എന്തേലും പഠിച്ചോ കണക്കാക്കും, ഇല്ലെങ്കിൽ അത് അത്രേ ഉള്ളൂ. തരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ എന്തായാലും നമ്മള് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും അതിനെ കുറിച്ചുള്ള തീരുമാനം എടുക്കുന്നുള്ളൂ. അന്നെ പിടിച്ചാ കൊണ്ടുപോകും, സഞ്ചിരിട്ടാ കൊണ്ടുപോകും. അല്ലാതോ എനിക്ക് പേടിയെന്ന് വെച്ചാൽ ഒന്നെങ്ങനെ ആയി പേടിയാകുക. ഇനിയിപ്പോ എന്താ, ഇനിയും അങ്ങനെ ഒരു സംഭവം ആവൂല. ഓൻ വിടുന്ന മട്ടിൽ ഓൻ പ്രസവിപ്പിച്ച് അടങ്ങും, സഞ്ചിയിലിട്ട് കൊണ്ടുവന്നാണ് ഓൻ പറയുന്നത്. ഓന്റെ നിപ്പും മട്ടും കണ്ടു കഴിഞ്ഞാൽ ഓൻ എന്തായാലും പണി പറ്റിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇവിടെ ഓനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഓൻ ഈ പറഞ്ഞ കണക്ക് പ്രസവിക്കാൻ അത്ര നിർബന്ധമാണെങ്കിൽ അതിന് ഭാഗത്തിലുള്ള ഒരു പെണ്ടാട്ടിയും കൂടെ കല്യാണം കഴിക്കുന്നത് നന്നാവും. ബഷീറിന്റെ മാതിരി. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അതിന് ഷെമീത്തയുടെ പ്രോത്സാഹനം ഉണ്ടാവണം, നാട്ടുകാരുടെ ഉണ്ടാവണം. ആ ഒരു പകയൻ അത്തരത്തിലൊരു കല്യാണം കഴിച്ച് 1, 2, 3, 4 എത്ര വേണമെങ്കിലും പ്രസവിക്കാനുള്ള ഒരു അവസരം
ഓനിക്കുണ്ട്. ഒരുപക്ഷെ അതിലോട്ടാണ് അവൻ പോകുന്നതെന്ന് ഞാൻ സംശയിക്കുകയാണ്. അതായത് ഷെമിത്ത ഇങ്ങനെ നിർബന്ധിച്ച് ഓളെ കൊണ്ട് പ്രസവിക്കാനും വയ്യ, ഒരു കുട്ടിയും വേണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഒന്നെങ്കിൽ ദത്തെടുക്കുക, അല്ലെങ്കിൽ മറ്റൊരു കല്യാണം കഴിക്കുക. അതിലിപ്പോൾ ഏറ്റവും സാധ്യത മറ്റൊരു കല്യാണം കഴിക്കാനാണ്. കാരണം ഷെമീത്തയ്ക്ക് പ്രായമേറി വരുവാണ്. അതുകൊണ്ട് തന്നെ ഷെബി ഒരു കല്യാണം കൂടെ കഴിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കല്യാണം കൂടെ കാണാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഒന്നല്ല 2-ൽ കൂടുതൽ പ്രസവം ഉണ്ടായേക്കാം. അതിനുള്ള എല്ലാ ഐറ്റംസ് ഈ പകയുടെ അടുത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞങ്ങള് വീഡിയോ ചെയ്യുന്ന ചിരിക്കുന്ന കളിക്കുന്ന അതൊന്നും അല്ലല്ലോ, എടുക്കൊരു ചിന്ത അങ്ങോട്ട് വരും. അപ്പൊ എനിക്ക് ഇന്നലെ മെനിയാന്ന് ആയിഷു ഇതുപോലെ പറഞ്ഞു. ആയിഷു ഇവിടെ സോഫമേൽ ഇരുന്ന് ആയിഷു പറഞ്ഞു പെട്ടെന്നില്ലേ അമ്മ ഒന്നും സംസാരിക്കുന്നില്ല, പക്ഷെ വെറുതെ ആവശ്യം പെട്ടെന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞല്ല, അമ്മ ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫോണിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ്, അപ്പൊ എന്റെ വാവന അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി, അമ്മ പറഞ്ഞ് അമ്മ അള്ളാഹു കൊണ്ടുപോയതാണെന്നൊക്കെ. ആ സമയത്ത് ഞങ്ങൾ ആദ്യം ചിരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ ഇത് കേട്ടപ്പോ ഓട്ടോമാറ്റിക്കലി നമ്മളും ഒന്ന് ഇതായി പോയി, പതറിപ്പോവും. അതാണ് സംഭവം. അതായത് ഇവിടെ ഐഷുവിന്റെ പേര് പറഞ്ഞ് ഐഷുവിനെ ഒരു തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല. ഐഷുവിനെ അറിയത്തില്ല ഇവരുടെ ഈ അവസ്ഥ. ഐഷു എന്തായാലും അനിയനെ വേണം അല്ലെങ്കിൽ അനിയത്തിയെ വേണം എന്നൊക്കെ പറയും. അതുകൊണ്ട് ഐഷുവിനെ ഈ ഒരു വിഷയത്തിൽ പഴിചാരേണ്ട ആവശ്യമില്ല. ഐഷുവിന്റെ പേര് പറഞ്ഞ് വീണ്ടും മോളെ ഗർഭിണിയാക്കാനാണ് ഈ ഒരു പകയെ ശ്രമിക്കുന്നത്. എന്നാൽ ഓളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് ഓൾ അതിന് തയ്യാറല്ല. ഓൾ ഒട്ടുമേ തയ്യാറല്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനി ഓളുടെ കുടുംബക്കാരുടെ അവസ്ഥ അതൊന്ന് ആലോചിച്ച് വെക്കും. കുടുംബക്കാരടക്കം ഇതിനെതിരെ രംഗത്ത് വന്നെന്നാണ് ഓള് തന്നെ പറയുന്നത്. അതൊന്ന് കേൾക്കുക. എന്റെ ഫാമിലി മൊത്തം വേണ്ടെന്നാ പറയുന്നത്. ഷെഫിന്റെ ഓൾമോസ്റ്റ് എല്ലാരും അങ്ങനെ തന്നെ പറയുന്നത്. ആരാ ഓൾമോസ്റ്റ് എല്ലാരും പറഞ്ഞത്? അമ്മയൊക്കെ പറഞ്ഞിരിക്കണേ അങ്ങനെ വേണ്ടാന്ന്, ഇനി ആവില്ലാന്ന്. അപ്പൊ ഇദ്ദേഹത്തിന് മാത്രം ഇങ്ങനെ ഒരു തീരുമാനം. അതെ, ഇതിപ്പോ എന്റെ മാത്രം പ്രശ്നമായി. ഷെമിത്തന്റെ ഫാമിലി എന്തായാലും ഇതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഫാമിലി എന്ന് പറയുന്ന ഈ ഉമ്മായും ആദ്യത്തെ കെട്ടിലെ മക്കളും ഒക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ അവരിതിന് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. ആദ്യത്തെ പ്രസവം കൊണ്ട് തന്നെ ആ ഇളയ പെൺകുട്ടി ഓള് തലയിൽ ഹെൽമെറ്റ് വെച്ചോണ്ടാണ് സ്കൂളിലൊക്കെ പോയി ക്ലാസ്സിൽ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പ്രസവത്തിന് എന്തായാലും ആ കുട്ടികളോ അല്ലെങ്കിൽ അവരുടെ ഉമ്മയോ സമ്മതിക്കത്തില്ല. പിന്നെ ഷെബി എന്ന് പറയുന്ന ഈ ഒരു പഹയന്റെ വീട്ടിലെ അവസ്ഥ, ഓലിക്കിപ്പോ എന്താണ് ഓലിവിടെ വരുന്നതും ഇവരെ കാണുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഓൻ എന്തായി പോയാലും ഓലിക്ക് ഒരു കുഴപ്പമില്ല. ഈ ഷെഫിയുടെ ഉമ്മാന്റെ കൂടെ ആയിരിക്കും നമ്മുടെ ഷെമീത്ത പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അവരങ്ങളിൽ ഒരു മരുമോൾ അമ്മായിമ്മ ബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഓൻ വിടുന്ന മട്ടില്ല. ഓൻ വളരെ ശക്തമായ രീതിയിൽ ഇപ്പോഴും നിലകൊള്ളുന്നത് പ്രസവിപ്പിക്കണമെന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൺസൾട്ട് ചെയ്തതിനു ശേഷം നോക്കിയിട്ട് ചെയ്യാന്ന്. നമ്മുടെ ഇഷ്ടത്തിന് നമ്മളൊന്നും ചെയ്യണ്ട, കൺസൾട്ട് ചെയ്യാം. എന്നിട്ട് ഡോക്ടർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ അതിന്റെ ടാബ്ലറ്റ് ക്യാപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യത്തെ ടെൻഷൻ വേണ്ട. എനിക്കറിയൂല, ഞാൻ അതിനൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് പേടിയാ. ഷെമിത്തയുടെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു. ഇതുപോലൊരു അവസ്ഥ ഒരാൾക്കും ഉണ്ടാവില്ല. ഷെമിത്തയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു കണ്ടീഷനാണ്. പ്രസവിക്കാതെ നിവൃത്തിയില്ലെന്ന് മട്ടായി. ഈ ഒരു വിഷയമായിട്ട് ഒരു ഡോക്ടറെ അടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ, ഇപ്പൊ നേരത്തെ ഇവര് പോയ ഹോസ്പിറ്റൽ അല്ലായിരിക്കും ഇനി പോകുന്നത്. ഇനി അതിലും മുന്തിയ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഉറപ്പായി ഈ ഡോക്ടർ പകയന്മാര് ഒക്കെ പ്രസവിക്കാൻ സാധിക്കും. 55 വയസ്സല്ലേ ഉള്ളൂ, 60-ലും 65-ലും പ്രസവിച്ചവരുണ്ട് എന്ന് അവര് പറയും. അവര് പ്രചോദിപ്പിക്കും. അവർക്ക് എന്താ നഷ്ടപ്പെടുക? അവർക്ക് ഈ പറഞ്ഞാണെങ്കിൽ ഒരു ക്ലയന്റിനെ കൂടെ കിട്ടുവാണ്. അതുകൊണ്ട് തന്നെ അവര് പ്രചോദിപ്പിക്കും. എന്നാൽ അതുകൊണ്ട് ഈ പൊല്ലാപ്പിലാവുന്നത് ഷെമിത്തയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇനി ഷെമിത്തയ്ക്ക് ഇതുകൊണ്ട് എന്തായാലും പറ്റിയാൽ പോലും ഷെബിയെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. ഓൻ ഈ പറഞ്ഞ കണക്ക് ആരെയും പ്രസവിപ്പിക്കാൻ റെഡിയായി നിൽക്കുന്ന ഒരു പഹയനായതുകൊണ്ട് ഓനെ ബാധിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഷെമിത്തയോട് കുറച്ചെങ്കിലും സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ്, മേലാൽ ഇനി ഗർഭിണിയാകാൻ ഒരു ശ്രമം നടത്തരുത്. ആ ഒരു പഹയൻ പല നമ്പറുകൾ ഇറക്കും. ആദ്യ രാത്രിയിൽ പോലും ഒരു കണ്ണുണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എനിവേ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.